ചേട്ടാ, ശിവസേന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെയും അദ്ദേഹത്തിന്റെ മകൻ ആദിത്യ താക്കറെയും ഇപ്പോഴത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ച നടത്തിയത് പല അഭ്യൂഹങ്ങളും പുറത്ത് വിട്ടിട്ടുണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് മഹാവികാസ് അഘാടി ഒരു പതനത്തിന്റെ വക്കിലാണ്, അതായത് കോൺഗ്രസിന് എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും കോൺഗ്രസ് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയായി മത്സരിച്ച് പല സംസ്ഥാനങ്ങളിലും മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മഹാരാഷ്ട്ര മാത്രമല്ല, നാം ഇന്ത്യ മുഴുവനായി നോക്കിയാൽ തന്നെ ഇപ്പോൾ കോൺഗ്രസിനെതിരായി കൂടെ നിൽക്കുന്ന സഖ്യകക്ഷികൾ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. അത് നാം ഉത്തർപ്രദേശിൽ കണ്ടതാണ്, ബംഗാളിൽ കണ്ടതാണ്. ബംഗാളിൽ മമതാ ബാനർജി പറയുന്നത് രാഹുൽ ഗാന്ധി മാറി താൻ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം ഏറ്റെടുക്കാമെന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ അതിന് പിന്തുണയുമായി ബീഹാറിൽ നിന്നുള്ള ലാലു യാദവ്, അതോടൊപ്പം തന്നെ എൻ സി പി നേതാവ് ശരത് പവാർ ഉൾപ്പെടെയുള്ളവർ അതിന് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആകെ അദ്ദേഹത്തെ പിന്തുണച്ചെത്തിയത് DMK മാത്രമാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള. അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഇരട്ടിയാണ് കോൺഗ്രസിനെ വിമർശിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ നിന്നുള്ള മുഖ്യമന്ത്രിയായ ഉമർ അബ്ദുള്ള വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഈ മുന്നണികളെ കൊണ്ടുപോകാനുള്ള കഴിവില്ല. അതോടൊപ്പം തന്നെ ഈ പരാജയത്തിന് ശേഷം EVM-നെ കുറ്റപ്പെടുത്തുകയാണ്. അദ്ദേഹം അവിടുത്തെ ജമ്മു കാശ്മീരിലെ കണക്ക് അദ്ദേഹം ചൂണ്ടിക്കാണിയിട്ടുണ്ട്. അദ്ദേഹം ജമ്മു കാശ്മീർ മേഖലയിൽ NC നാഷണൽ കോൺഫറൻസ് വലിയ വിജയം നേടിയിട്ടുണ്ട്. പക്ഷെ അന്ന് കോൺഗ്രസിന് കൊടുത്ത പല സീറ്റുകളും അവർ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ സീറ്റിന്റെ നില കുറയുകയാണ്. പക്ഷെ ഈ ഘടകകക്ഷികൾ മത്സരിക്കുന്നിടത്ത് ഇവർ വിജയിക്കുകയാണ്. അതാണ് ഇപ്പൊ BJP കോൺഗ്രസിനെ വിമർശിക്കുന്ന ഇത്തിൽ കണ്ണി പാർട്ടി എന്നാണ്. കാരണം ഏതെങ്കിലും ഒരു സഖ്യകക്ഷിയോട് കൂടെ ചേർന്ന് വിജയിക്കുമ്പോൾ തങ്ങളുടെ വിജയമായി ഉയർത്തിക്കാട്ടുകയാണ്. അതാണ് നാം ജാർഖണ്ഡിൽ കണ്ടത്. ഈ ഇടയ്ക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ആ സഖ്യം അവിടെ വിജയിക്കുന്ന സാധ്യത ഉണ്ടായിരുന്നു. മുക്തി മോർച്ച വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് നാം ജമ്മു കാശ്മീരിൽ കണ്ടു. പിന്നെ ഇപ്പോൾ തമിഴ്നാട്ടില് അത്തരത്തിലാണല്ലോ, സഖ്യവുമായാണ് മത്സരിക്കുന്നത്. അങ്ങനെ ഇവർ നേരിട്ട് BJP-യുമായി എവിടെയെല്ലാം മത്സരിക്കുമോ അവിടെയെല്ലാം പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇത് കോൺഗ്രസിന് വീണ്ടും ഒരു കഷ്ടകാലം ആരംഭിച്ചിരിക്കുകയാണ്. നിരന്തരം പരാജയങ്ങൾ, അതോടൊപ്പം തന്നെ ഈ പരാജയങ്ങളുടെ ഫലമായി തന്നെ ഇത്തരം വിമർശനങ്ങളും അവർക്കെതിരെ ഉണ്ടാകുന്നു. എന്നാൽ മഹാരാഷ്ട്രയിലേക്ക് പോകുകയാണെങ്കിൽ ശിവസേന BJP രൂപീകരിച്ച കാലം മുതൽ തന്നെ BJP-യുമായി സഖ്യമുള്ള ഒരു പാർട്ടിയാണ്. കാരണം BJP ഇന്ത്യയിൽ ഒരു ശക്തിയുമല്ലാത്ത കാലത്ത് തന്നെ ശിവസേന BJP-യുമായി സഖ്യം ചേർന്നു. ഇന്നാണല്ലോ പ്രധാനമന്ത്രിയും പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയപതിയെ നിയമിക്കാനുള്ള കഴിവും ഉൾപ്പെടെയുള്ള വലിയ രീതിയിൽ വളരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ മറിച്ച് ഒന്നും അല്ലാത്ത കാലത്ത്, BJP ഒന്നും അല്ലാത്ത കാലത്ത് തന്നെ ഈ ശിവസേനയുമായി മഹാരാഷ്ട്രയിൽ സഖ്യമുണ്ടാക്കിയിരുന്നു അന്ന് BJP. പക്ഷെ അന്ന് അവിടുത്തെ ഒന്നാമത്തെ പാർട്ടിയായിരുന്നു ശിവസേന, ജൂനിയർ പാർട്ട്ണർ ആയിരുന്നു BJP. പക്ഷെ 2014 ശേഷം BJP അവിടെ ആ മേഖലയിലേക്ക് വളർന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് BJP തന്നെ തിരിച്ചറിയുകയാണ്. അങ്ങനെ BJP കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നു. അങ്ങനെ 100-ലധികം സീറ്റോടുകൂടി തന്നെ അവർ അധികാരത്തിൽ വരുന്നു. അങ്ങനെ മുൻകാലങ്ങളിൽ BJP ശിവസേനയും തമ്മിൽ മത്സരിക്കുകയാണെങ്കിൽ BJP-യും ശിവസേന സഖ്യം വിജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം എന്നും ശിവസേനയുടെ കൂടെയാണ്. പക്ഷേ ഈ അമിത്ഷാ, മോദി നേതാക്കൾ വന്നതിന് ശേഷം ആ മഹാരാഷ്ട്ര എന്ന് പറയുന്ന ചെറിയ സംസ്ഥാനമല്ലോ, എല്ലാ പാർട്ടിയും മഹാരാഷ്ട്രയിലാണ് വളരാൻ താല്പര്യപ്പെടുന്നത്. കാരണം അത്രത്തോളം ഇന്ത്യയിൽ ഏറ്റവും അധികം കോടീശ്വരന്മാരുള്ള സ്ഥലമാണ് മഹാരാഷ്ട്ര. മുംബൈ എല്ലാം അറിയാലോ, ഇന്ത്യയുടെ ക്യാപിറ്റലാണ്. വ്യവസായത്തിന്റെ തന്നെ ഈ പണത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയാം, പണത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയാം. അത്രത്തോളം സാമ്പത്തികമായി കോടീശ്വരന്മാരുള്ള ആ സംസ്ഥാനത്ത് എല്ലാ പാർട്ടികളും സ്വപ്നം കാണുന്നതാണ് വളർന്നു വന്നാൽ പാർട്ടി ഫണ്ട് ബാക്കിയുള്ള എല്ലാത്തിലും വലിയ രീതിയിൽ അവർക്ക് ഗുണങ്ങൾ ലഭിക്കും. അത്തരത്തിൽ തന്നെയാണ് ഈ അമിത്ഷായും മോദിയും വന്നതിന് ശേഷം അവർ കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നു. ദേവേന്ദ്ര ഫട്നാവിസ് എന്ന നേതാവിനെ ഉയർത്തിക്കാട്ടി. അദ്ദേഹം ഒരു യുവ നേതാവായിരുന്നു. അന്ന് നാഗ്പൂരിൽ 22-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആദ്യമായി തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നത്. അന്ന് കൗൺസിലറായി വിജയിക്കുന്നു. പിന്നീട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ നാഗ്പൂരിൽ മേയറാവുന്നു, BJP-യുടെ പ്രസിഡന്റ് ആകുന്നു. ശരത് പവാറിന് ശേഷം വെറും 44-ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയാകുന്നു. അങ്ങനെ ഒരു പുതിയ നേതാവിനെ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇതെന്തായാലും പക്ഷേ BJP-യുടെ ഈ മുന്നേറ്റം ശിവസേനയാണ്
വലിയ രീതിയിൽ അലട്ടിയതും അവരെ അസൂയപ്പെടുത്തുന്ന രീതിയിലാണ് ഈ BJPയുടെ വളർച്ച ഉണ്ടായത്. കാരണം ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ്. രണ്ടാമത്തെ പാർട്ട്ണറായിട്ട് നിൽക്കുന്നതാണ് മുസ്ലിം ലീഗ്. ഒരു കാലത്ത് മുസ്ലിം ലീഗ് വളരുമ്പോൾ കോൺഗ്രസിനെ പിന്നോട്ടടിക്കുക, അവർ അതിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടെത്താൻ ശ്രമിക്കുക. അതിന് സമാനമായി തന്നെയാണ് ശിവസേന അവിടെ പിന്നോട്ട് പോയപ്പോൾ BJP വളരുന്നു. ഇത് ശിവസേനയെ വളരെ രീതിയിൽ അലട്ടിയിരുന്നു. ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ആ പ്രശ്നമെല്ലാം ഉണ്ടെങ്കിലും 2014 ഇലക്ഷനിൽ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായിരുന്നു. മറ്റു പാർട്ടികളുടെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായി വന്നു. പിന്നീട് അവസാനം അന്നല്ല ശിവസേന എതിർപ്പ് പ്രകടിപ്പിച്ച് പുറത്തു നിന്നെങ്കിലും അവസാന ഘട്ടത്തിൽ അവർ ഒരുമിച്ച് നിന്നാണ് 2019 ഇലക്ഷനിൽ മത്സരിക്കുന്നത്. അങ്ങനെ രണ്ട് പാർട്ടിയും കൂടെ മത്സരിച്ച് BJPക്ക് 106ഉം ശിവസേനയ്ക്ക് 50-ലധികം സീറ്റ് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചെങ്കിലും പിന്നീട് ശിവസേന ആ സമയം മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ BJP പറഞ്ഞു, തങ്ങളാണല്ലോ ഏറ്റവും വലിയ കക്ഷി, 100 സീറ്റുള്ള BJPയും 50 സീറ്റുള്ള ശിവസേനയും തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ വടംവലിയും ഉണ്ടാവുകയാണ്. അങ്ങനെ BJPക്ക് പിന്തുണ നൽകാതെ ഇദ്ദേഹം കോൺഗ്രസിലേക്ക് പോയി കോൺഗ്രസിന്റെ പിന്തുണയോടെ ഇയാൾ ഉദ്ധവ് താക്കറെ തന്നെ മുഖ്യമന്ത്രിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടായിരുന്നു ഇദ്ദേഹത്തിന്റെ പാർട്ടി പിളർത്താനുള്ള ശ്രമം BJP ആരംഭിക്കുക. ആ പാർട്ടി പിളർത്തി ഈ അവസാന ഘട്ടത്തിൽ ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയാകുന്നു. ശരത് പവാറിന്റെ ബന്ധു കൂടിയായ അജിത് പവാറിനെ ഉപമുഖ്യമന്ത്രിയാക്കുന്നു. ദേവേന്ദ്ര ഫഡ്നാവിസ് ആ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്നു. അങ്ങനെ ഒരു പുതിയൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടതിനു ശേഷമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് മത്സരിച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്, ഈ സഖ്യം എല്ലാവരും പ്രതീക്ഷിച്ചാണ്. എത്ര നാള് ഈ കോൺഗ്രസ് ശിവസേനയും തമ്മിലുള്ള സഖ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നും എല്ലാവരും ആശങ്ക പ്രകടിപ്പിച്ചതാണ്. കാരണം കോൺഗ്രസിനെതിരായാണ് ഈ ശിവസേന രൂപീകരിക്കുന്നത്. പണ്ട് മുംബൈ പ്രദേശത്തെല്ലാം വലിയ രീതിയിൽ കോൺഗ്രസിന്റെ കടന്നുകയറ്റം ഉണ്ടായപ്പോൾ കോൺഗ്രസിനെ എതിർക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ശിവസേനയുടെ വളർച്ച ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചു അങ്ങനെ ഒരു എതിരായിട്ട് ഒരു പാർട്ടി രൂപീകരിച്ചപ്പോൾ രണ്ടുപേരും തമ്മിൽ സഖ്യം ചേരുമ്പോൾ എങ്ങനെ ഈ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ആശങ്ക പലരും പ്രകടിപ്പിച്ചിരുന്നു. അത് പിന്നീട് പല തെരഞ്ഞെടുപ്പിലും കണ്ടിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ചർച്ചയായിട്ടുണ്ട്. കാരണം ശിവസേന അണികൾ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല. ഇപ്പോൾ ശിവസേന മത്സരിക്കുന്ന സ്ഥലത്ത് ശിവസേനയ്ക്ക് വേണ്ടി കോൺഗ്രസ് അണികൾ വോട്ട് ചെയ്യില്ല, കോൺഗ്രസ് മത്സരിക്കുന്ന സ്ഥലത്ത് ശിവസേന അണികൾ വോട്ട് ചെയ്യില്ല. അങ്ങനെയാണ് ഇവർ പരസ്പരം നേതാക്കൾ ഒരു മുറിയിലിരുന്ന് ചർച്ച നടത്തിയാലും അണികൾ ഒന്നാകുന്നില്ല. അതാണ് ഈ ദയനീയമായ പരാജയത്തിന് കാരണം ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലായിരുന്നു ഈ പരാജയം ഉണ്ടായിരിക്കുന്നത്. അവിടെ 288-ൽ 222-ലധികം സീറ്റും ഒറ്റയ്ക്ക് BJP സഖ്യം നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കോൺഗ്രസ് എല്ലാം വെറും 16ഉം ഈ ഉദ്ധവ് താക്കറെയുടെ വിഭാഗം 20-ലേക്കും ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു കാര്യം, ഈ ഉദ്ധവ് താക്കറെ ദേവേന്ദ്ര ഫഡ്നാവിസുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ചിലപ്പോൾ അത് BJP എന്തായാലും അവിടെ മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുത്തല്ലോ. അപ്പോൾ ഇനി അവരെന്തായാലും ഇപ്പോൾ ഈ ശിവസേനയുടെ ഒരു പാർട്ട് നിലവിലുള്ളത് BJPയോടൊപ്പമാണ്, ഉദ്ധവ് താക്കറെയാണ്. അതോടൊപ്പം മറ്റൊരു പാർട്ടാണ് ഏകനാഥ് ഷിൻഡെയുടെ ഒരു പാർട്ടും ഉദ്ധവിന്റെ പാർട്ടും. ഇനി എന്തായാലും BJP ചിലപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട റോൾ എടുത്ത് ഇവരുമായി ചർച്ച നടത്തി ശിവസേനയെ തിരിച്ചു കൊണ്ടുവരുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ അതിനുള്ള സാധ്യതയും ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ നേതൃത്വത്തിൽ സാധ്യതയുണ്ട്. കാരണം ദേവേന്ദ്ര ഫഡ്നാവിസ് മഹാരാഷ്ട്രയിലെ ഒരു ചാണക്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം പോയതിനു ശേഷം ശിവസേനയെ പിളർത്തുന്നു, അതോടൊപ്പം തന്നെ NCPയെ പിളർത്തുന്നു. തങ്ങളുടെ ഭാഗത്ത് തങ്ങളെ അനുസരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരുന്നു, പിന്നീട് സ്വന്തമായി വിജയം നേടുന്നു. അങ്ങനെ ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകുന്നു. അതേ ഒരു ചാണക്യനായി മഹാരാഷ്ട്രയിലെ ഒരു ചാണക്യനായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനാൽ തന്നെ ഉദ്ധവ് താക്കറെയെ ചിലപ്പോൾ ഇനി BJPയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുക. അത് മറ്റൊരു തരത്തിലാണ് BJPക്ക് ഗുണം ചെയ്യുന്നത്. സംസ്ഥാനത്ത് എന്തായാലും രണ്ട് പാർട്ടികൾ ഒന്നിപ്പിച്ചു, അത്രയേ ഉള്ളൂ. മറിച്ച് ലോക്സഭയിലാണ് BJPക്ക് ഇത് ഏറ്റവും വലിയ ഗുണമാകാൻ പോകുന്നത്. കാരണം ഇവർക്ക് 9 MP-മാരുണ്ട്. ഇപ്പോൾ BJPക്ക് മുൻകാലങ്ങളെ പോലെയല്ല, അവിടെ MP-മാരുടെ ആവശ്യമുണ്ട്. ഈ 241 സീറ്റേ നിലവിൽ BJPക്ക് അവിടെ ഉള്ളൂ, ലോക്സഭയ്ക്കകത്തുള്ളൂ. അപ്പോൾ ഈ 9 MP-മാർ കൂടി ലഭിക്കുകയാണെങ്കിൽ അവർ ലോക്സഭയിൽ കരുത്താകും. അതോടൊപ്പം തന്നെ രാജ്യസഭയിൽ ഇവർക്ക് MP-മാരുണ്ട്. അങ്ങനെ BJPക്ക് ദേശീയ തലത്തിലാണ് ഈ ഉദ്ധവിന്റെ വരവോടുകൂടി ഗുണം ചെയ്യുന്നത്.